അദ്ദേഹം ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കടുംകൈ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി. വർത്തമാനത്തിൽ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും നാട്ടുകാരും കണ്ടതുപോലെയാണ് ഞാനും വന്നതിൻ്റെ സംഭവങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പോലീസും മറ്റുദ്യോഗസ്ഥരുടെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു വിവരം നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ശ്രീ താഗ അദ്ദേഹം ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കടുംകൈ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. കുറേ ദിവസമായി അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളുടെ നടുവിലാണെന്നുള്ള കാര്യം എന്നെ കണ്ട സമയത്തും എനിക്ക് മനസ്സിലായി. വർത്തമാനത്തിൽ സ്ഥാപനം നടത്തണമെന്നുള്ള വലിയ പ്രതീക്ഷയും വലിയ ആഗ്രഹവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷേ അതിന് പ്രയാസകരമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നുപെട്ടത് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മുടെ ഇടപെടലിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. അന്ന് ഒരു ദിവസം ഈ സ്ഥാപനത്തിൽ വരാമെന്ന് ഞാനന്ന് പറയുകയും ചെയ്തു. വയനാട് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല. മറ്റൊരു സമയത്ത് പ്രോഗ്രാം അറിയിക്കാമെന്ന് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഇതാണ് അവസാനം കണ്ടുമുട്ടിയ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം. അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് പല അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രയാസങ്ങളാണ് സൂചിപ്പിച്ചത്. അത് നമ്മളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല.